അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം അയച്ച മോദിക്ക് നേരെ ആഞ്ഞടിച്ച് മമത. മോദിക്ക് അമ്പലം പണിയുവാനും പൂവിട്ട് പൂജിക്കാൻ വേണ്ടിയും ഞാൻ സ്ഥലം തരാം, മാലയും തുളസിയും ഭക്ഷണവും തരാം, അങ്ങനെയെങ്കിലും ഈ രാജ്യം രക്ഷപ്പെടട്ടെ എന്നും മമത പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മോദി താൻ ജൈവശാസ്ത്രപരമായി ജനിച്ചതല്ലെന്നും തന്നെ ദൈവമാണ് സൃഷ്ടിച്ചതെന്നും അവകാശപ്പെട്ടത്. ഒരു പക്ഷേ അദ്ദേഹം ദൈവത്തെക്കാൾ വലിയവനായിരിക്കാം എന്നാണ് മോദി ഭക്തർ പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം തരാം, അവിടെ നിങ്ങൾക്ക് മോദിയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കാം. അങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു മമതയുടെ മറുപടി. അമ്പലത്തിലിരിക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രസാദം നൽകും ഭക്ഷിക്കാൻ, അതും കഴിച്ച് എത്രയും വേഗം സ്ഥലം വിടുക, അല്ലാതെ രാജ്യം വിൽക്കേണ്ട കാര്യം നിങ്ങൾക്കോ നിങ്ങളുടെ ദൈവത്തിനോ ഇല്ലെന്നും മമത മറുപടി നൽകി. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദ്രോഹിയാണ് നിങ്ങളുടെ ദൈവം. നിങ്ങൾ ഇനിയെങ്കിലും ഈ കള്ളം പറയുന്നത് നിർത്തൂ. ദൈവം ആരെയെങ്കിലും കലാപത്തിൽ ഏർപ്പെടാൻ അയക്കുമോ? നിങ്ങൾ തന്നെ പറയൂ. ഏതെങ്കിലും ദൈവം ജനങ്ങളെ ജയിലിലേക്ക് അയക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ജനങ്ങളെ കള്ളന്മാരായി ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതാണ് നിങ്ങളുടെ ദൈവമായ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ദൈവവും കൂടി ഈ ജനങ്ങളെ ദ്രോഹിക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. നിങ്ങളും ഒരു നാൾ ഈ ദൈവത്തിന്റെ അടിമയാകുമെന്നുള്ളത് ഞാനും തീർത്ത് ഉറപ്പു നൽകുന്നു. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ ദുഃഖിക്കേണ്ടി വരില്ല.